ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ മലയാളം ഫോണ്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം ക്രോമോ എന്തെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് മലയാളം ഫോണ്ട് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, എല്ലാ വെബ്സൈറ്റിൻ്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഹോം പേജിൽ വന്നതിന് ശേഷം, അതായത് മലയാളം ഫോണ്ട് എന്ന ഈ ഒരു വെബ്സൈറ്റാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഹോം പേജിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം. അതിൽ FML എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾക്ക് ഫോൺസ് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കിട്ടും. അത് നിങ്ങൾക്ക് എത്ര വേണോ, അതായത് അതിൽ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വേണ്ട ഫോണ്ടുകൾ അതിനകത്ത് ലഭ്യമാണ്. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കേട്ടോ. ഒരുപാട് ഫോൺസ് ഉണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോണ്ട് നിങ്ങൾ ആദ്യം നിന്ന് തിരഞ്ഞെടുക്കാം. ഞാനും ഇതിലൊട്ടുമിക്ക ഫോൺസും മിക്കതും ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഓൾറെഡി കേട്ടോ. വർക്കിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് ബ്രൗസറൊക്കെ ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം എടുക്കാൻ ഡൗൺലോഡ് ചെയ്യാണ്. മാളവിക ബോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അടുത്ത പേജിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ അവിടെ കൊടുത്തേക്കും. ആ നമ്പർ എടുത്ത് താഴത്തെ കോളത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു പേജ് വരും. അത് കഴിയുമ്പോൾ താഴെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് ഡൗൺലോഡ് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഷോ ഫോൾഡർ കൊടുക്കുക. ഫോൾഡർ കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൾഡർ എന്നത് എവിടെയാണോ കിടക്കുന്നത് അവിടെ നിന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇതിൽ സി ഉണ്ടല്ലോ, നമ്മുടെ ലോക്കൽ ഡിസ്ക് ഉണ്ടല്ലോ, അതിൽ പോയിട്ട് സിയിൽ പോയിട്ട് നിങ്ങളുടെ വിൻഡോസ് എടുക്കുക. അതിനകത്ത് വിൻഡോസ് എന്ന് കാണും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി കേട്ടോ. ഫോൺസ് എന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ ഫോൾഡർ അവിടെ കിട്ടും. ഫോൺസ് എന്ന ഫോൾഡർ സെർച്ച് ചെയ്തെടുക്കുക. അതിൽ പോയിട്ട് ഈ ഒരു ഫോണ്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഒരു FML ഫോണ്ട് നമ്മളവിടെ പേസ്റ്റ് ചെയ്തു. ഇനി എഗെയിൻ നമ്മൾ നേരെ തിരിച്ച് അതങ്ങ് ക്ലോസ് ചെയ്തിട്ട് നേരെ തിരിച്ച് ബ്രൗസറിൽ വന്നിട്ട് വീണ്ടും ഒരു വെബ്സൈറ്റ് ഉണ്ട്, കുറ്റി പെൻസിൽ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിങ്ങളിവിടെ വെറുതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരും. മലയാളം കീബോർഡ് ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ചെയ്യരുത്. നിങ്ങൾ മുകളിൽ ഇവിടെ ഇംഗ്ലീഷ് ഗൂഗിൾ കീബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് മംഗ്ലീഷ് ബോർഡായിട്ട് കൺവേർട്ട് ആവും. നിങ്ങൾ മംഗ്ലീഷിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന പോലെ മലയാളം എന്നടിച്ച് കഴിഞ്ഞാൽ സ്പേസോ എൻട്രോ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ മുകളിൽ കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് FML എന്നൊരു ഇതുണ്ട്, കൺവേർട്ട് ടു FML എന്ന് പറഞ്ഞിട്ട്, കോപ്പി ടു FML സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. FML ഫോണ്ടാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് FML സീരീസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പോപ്പപ്പ് വിൻഡോയിൽ ഇവിടെ മലയാളം എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മൊത്തത്തിൽ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കോപ്പി ടെക്സ്റ്റ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സാധനം എടുക്കണമെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക ആദ്യം അവിടെ നിന്ന്. എന്നിട്ട് എഗെയിൻ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ വരിക. ഇതങ്ങ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു കോപ്പി ചെയ്ത സാധനം അവിടെ Ctrl+V അടിച്ചോ അങ്ങനെയെന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തോ അത് കറക്റ്റിന് ഇവിടെ ആയിട്ടില്ല. അതിന് കാരണം എന്താ, നമ്മൾ ഫോണ്ട് വേറെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കൺവേർട്ട് ചെയ്ത് എന്താ FML ഫോണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഫോണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാളവിക ബോൾഡ് എന്ന് പറഞ്ഞൊരു ഫോണ്ടുണ്ട്, അതിന് കിട്ടാനായിട്ട് FML എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ FML ഫോണ്ടുകളെല്ലാം അവിടെ ലിസ്റ്റ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഏതാണോ അതൊന്ന് ക്ലിക്ക് ചെയ്യും. ഞാനിവിടെ മാളവിക ബോൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്തു. ആ ഫോണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വലുതാക്കി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു ഫോണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് മലയാളം എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയി ചെയ്തിട്ട് ശരിയാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ക്യാരക്ടർ എന്നൊരു ഓപ്ഷൻ കണ്ടോ, മുകളിൽ നമ്മുടെ മോർ ഓപ്ഷനിൽ ക്യാരക്ടർ എന്നൊരു ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ക്യാപ്സ് ഉണ്ടല്ലോ, ഓൾ ക്യാപ്സ് ഓണായി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ അതൊരു അറേഞ്ച്മെൻ്റ് ഇല്ലാതെ എന്തെങ്കിലും ഭാഷ, മലയാളത്തിലെ കുറേ ഭാഷകൾ കോർത്തിണക്കിയാണൊക്കെ അവിടെ കാണും. അതൊരു പ്രോബ്ലമാണ്. അത് നിങ്ങൾ ഇത് ഓഫാണോ എന്ന് അത് കൺഫേം ചെയ്യുക കേട്ടോ. അത് ഓഫാക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. അതിപ്പോൾ ഇങ്ങനെ കറക്റ്റിന് വന്നില്ല എങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും കറക്റ്റിന് വരാത്തത്. അപ്പോൾ നിങ്ങൾ ആ ക്യാപ്സ് അത് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.